ഉലകിതിലാരോടും തോൽക്കാ വീരൻ, കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ, മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ, മറഞ്ഞോ താരാട്ടാതെന്തേ. ഒരു വഴി പോയിക്കൊണ്ട് അപ്പോൾ നല്ലൊരു വ്യൂ ഇട്ടരിവിടെ നിർത്തുകയാണ്. ഏതോ ഒരു ഹില്ലുണ്ട്, അപ്പോൾ നല്ല ഹില്ല. നോക്കുമ്പോൾ ഇവിടെ നമ്മളെ പോലീസുകാരെ പെട്രോളിംഗ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി നല്ല അടിപൊളി ഇവിടെ ഇല്ല. ഇപ്പം മഴ നമ്മളെ ചേസ് ചെയ്ത് പിടിക്കും. ഓ എന്താ രസം ഇങ്ങനെ ഓടിക്കാൻ, ഒറ്റക്ക് വർത്താനം പറഞ്ഞ് സൈക്കിളിനോട്. അങ്ങനെ നമ്മളെ സൈക്കിളൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. റൈഡ് തുടങ്ങാൻ പോക്കാന്ന്. ഇന്നലെ ഈ പമ്പിലാന്ന് സ്റ്റേ ചെയ്തിന്. അപ്പോൾ നമ്മളെ മച്ചാന്മാർ ഇവിടുത്തെ ആൾക്കാർ എന്താ പറയുക അടിപൊളിയാണ് ഈ പമ്പിലവരെ. മോശമുള്ള ആൾക്കാരൊക്കെ രാജസ്ഥാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഭയ്യ ഓക്കെ ഓക്കെ ബൈ. ഏക്കിത്രേ ആ എന്ത് വേറെ. അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമെല്ലാം കിട്ടീന്. പിന്നെ ചെറിയ വൃത്തികേടെല്ലാം ഉണ്ട്, നമ്മൾ വൃത്തിയാക്കിയിട്ടിരിക്കില്ല. അതാ നമ്മളെ മെയിൻ ആൾ ഇവനല്ലേ, ഇവൻ്റെ ബാക്കിലല്ലേ. ഭയ്യ അഞ്ചാറേ ഓക്കെ ബൈ. അഞ്ചാറേ താങ്ക് യു, സി യു, ബൈ ബൈ, താങ്ക് യു, തന്നെ ബഹുത്ത് ധന്യവാദ്. അപ്പോൾ പോക്കെ നമ്മൾ ഇടുന്നു. ഓക്കെ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഏകദേശം 30 കിലോമീറ്റർ പോയാലേ ഇനി ഒരു പള്ളിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. 30 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് വെടിയുണ്ടോ പോകുന്നല്ലോ പോകേണ്ടി വരും. പിന്നെ എൻ്റെ സൈക്കിളിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു നിങ്ങൾക്ക്. സൈക്കിളിന് സംഭവം ലഗേജ് വന്നതുകൊണ്ട് ഞാൻ കാറ്റ് കുറച്ച് ഓവർ അടിച്ച്, കാറ്റ് കുറച്ച് കൂടുതൽ അടിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു. കണ്ടോ അവിടെ ഒരു മുഴ ഉണ്ടതാ ഈ കാണുന്നിടത്ത്. എന്താണെന്നറിയില്ല, പൊട്ടിയെടുത്ത് വെച്ച് നിൽക്കേണ്ടി വരും. നോക്കാം. അപ്പോൾ നല്ലൊരു ദിവസം തുടങ്ങാൻ നോക്കാം. കാണാം, ബൈ. അങ്ങനെ കാര്യം നമ്മളിപ്പോൾ അജ്മീർ വഴി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ലൊരു വ്യൂ ഇട്ടരിവിടെ നിർത്തുകയാണ്. ഏതോ ഒരു ഹില്ലുണ്ട്, അപ്പോൾ നല്ല ഹില്ല. നോക്കുമ്പോൾ ഇവിടെ നമ്മളെ പോലീസുകാരെ പെട്രോളിംഗ് ഉണ്ട്. നമ്മളെ മച്ചാന്മാരാണ് പോലീസുകാർ. സീനൊന്നുമില്ല. നമ്മളെ കേരളത്തിലാണെങ്കിൽ എടുത്ത് ഓടിക്കോളാ. ഇല്ലാകുമ്പോൾ ഒരു സീനുമില്ല, ഒന്നും പറയില്ല. 100 രൂപ കൈമടക്കി കൊടുത്തായി പിടിച്ചാൽ തന്നെ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. ശരി, നല്ല ഹൈവേ കേട്ടോ. അങ്ങനെ നമ്മളിതാ ഉദയ്പൂർ ടോൾ ഗേറ്റിലാണ്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഹായ് ഭയ്യ, ഭയ്യൻ്റെ ഇവിടെ കറക്റ്റാണ്. അപ്പോൾ ഇവിടുന്ന് വീട്ടിലെ ഹെൽമെറ്റൊക്കെ അതിൻ്റെ കൊണ്ട് കയറ്റിട്ടുണ്ട്. തലപ്രാന്താകുന്നുണ്ട് കുറേ നേരം ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഏകദേശം പള്ളി എത്താനായി. അപ്പോൾ ഇടത് സൈഡിലുണ്ട് ശിവൻ്റെ വലിയ. ഇപ്പോൾ മക്കളെ ഷിയാബ് ചോട്ടൂർ 2.0 ആണ് ഇടില്ല, സനീത് ചോട്ടൂർ. ഇപ്പോൾ പോവാ. സൈഡ് कश्मीर कश्मीर कहाँ से आए? कहाँ से? केरला कन्नूर
चलो नेक्स्ट। का आप देखो भीड़ होगी बहुत। നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉച്ചക്ക് പള്ളിയിൽ വൈകുന്നേരം കുറിയോട്ടിട്ട് ഇവരെന്താന്ന് കളിക്കുന്നത്, ഇവരെന്താന്ന് സംഭവം തന്നെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെൻ്റെ സൈക്കിൾ ഇടാം. ഇവിടെയുള്ള ഒരു ആള് എനിക്ക് വേണ്ടി പ്രത്യേകം അമ്പലത്തിൽ പോയിട്ട് മറ്റേ തേങ്ങയെല്ലാം കൊണ്ടുവന്നിട്ട് ഉടച്ച് ഈ സാധനം വെച്ച് തന്ന്. അപ്പം അങ്ങനെ വെച്ച് തരുമ്പോൾ ഞാൻ വേണ്ട, അയ്യോ അങ്ങനെ വെക്കല്ലേ, മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതിന് സമ്മതം. അപ്പോൾ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ പാമ്പിനെ തിന്നെടുക്കുക പോയിക്കാൻ അതിൻ്റെ നടുക്കഷ്ണം തിന്നണം. അതേപോലെ നമുക്കിനി അത് മാത്രമല്ല, പിന്നെ അതുപോലെ നമ്മളോട് ഒരാൾ എങ്ങനെയാണോ സ്നേഹം കാണിക്കുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതെങ്ങനെയായാലും, അതെന്ത് കാര്യമായാലും അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഇനി അതിൽ മതമോ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ സൈക്കിൾ ഇടിയുണ്ട്, റൈഡ് തുടങ്ങാൻ നോക്കാം ഗൈസ്. അപ്പോൾ എന്താ ബേസിനുണ്ട്, അപ്പോൾ നമ്മളെ സുട്ടാപ്പിൻ്റെ അടുത്ത് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 40 കിലോമീറ്ററോ 45 കിലോമീറ്റർ ആവാറായി. സൈക്കിൾ ഇടിയുണ്ട്, ഫുള്ള് ടയേർഡാണ്, കൈയൊക്കെ ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. നല്ല റോഡാണ്, പക്ഷേ ചെറിയൊരു കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ട്. റൈഡ് തുടങ്ങാൻ നോക്കാം. റൈഡ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളു, തളർന്ന് എൻ്റെ സംസാരമെല്ലാം ഫുള്ള് മാറി. അപ്പോൾ ആ കാണുന്ന ഏറ്റവും മന്ദിരം, ആ ഏരിയയിൽ മൊത്തം ഓരോ മലേൻ്റെ മുകളിൽ മന്ദിരങ്ങളുണ്ട്. ഈ ഏരിയയിലാണെങ്കിൽ അവിടെ എന്തോ മഴ പെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് മഴ പെയ്യുന്നതിൻ്റെയാണ് ആ കാണുന്നത് തോന്നുന്നു എനിക്ക്. വേഗം വിടാം, ഇപ്പം മഴ നമ്മളെ ചേസ് ചെയ്ത് പിടിക്കും. ഓ എന്താ രസം ഇങ്ങനെ ഓടിക്കാൻ, ഒറ്റക്ക് വർത്താനം പറഞ്ഞ് സൈക്കിളിനോട്. ചിലപ്പം ഭ്രാന്തായിട്ടുള്ളതെന്ന് തോന്നുന്നു കുറേ ആക്കി. तुझसे या खुदा मैं यहाँ जीना सहूँगा एक लम्हा, आराम होता है सीता है तेरे बिक जाए है मारे हम. എന്തൊരു കണ്ടില്ലെങ്കിൽ കണ്ടോ, അങ്ങോട്ടെല്ലാം മന്ദിരം ഉണ്ട് ആ മലേൻ്റെ മുകളിൽ. അത് കാണുന്നിട്ടും അറിയില്ല. എനർജി നല്ലോണം വേണം. നാളെ തൊട്ട് ഒരു രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാല് കുടിക്കണം നല്ലോണം. എല്ല് ബലം വെക്കും. എൻ്റെ എല്ലിനെല്ലാം ബലം കുറവാണ്. ഡെയിലി ഒരു 2 ഗ്ലാസ് പാല് വെച്ച് കുടിക്കണം. പിന്നെ അതുപോലെ മുട്ടയെല്ലാം കണ്ടിട്ട് തന്നെ എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. മകരം മുട്ട, ചിക്കൻ, മുട്ടയെല്ലാം കണ്ടിട്ട് തന്നെ കാലം മാറുന്നത്. ഇവിടുത്തെ മുട്ട കഴിച്ചാൽ ഭയങ്കരമായിട്ട് പണി കിട്ടും. എന്താ ഇപ്പം നിനക്ക് മറ്റേ ഡാൻസിൻ്റെ പാട്ടില്ലേ, ഉലകിതിലാരോടും തോൽക്കാ വീരൻ, കരളിതിലം മൈക്കായി തേങ്ങും പൈതൽ, മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ, മറഞ്ഞോ താരാട്ടാതെന്തേ, കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പാനാരുമേ. കണ്ടാ എൻ്റെ സിറ്റുവേഷന് പറ്റിയ പാട്ട്. നല്ല സിറ്റി കേട്ടോ, ആൾക്കാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട്. പക്ഷെ ഇവര് ജയ് ഭവ എന്ന് പറയുന്നത് എന്തോ പറയുന്നുണ്ട്, ജയ് ശ്രീരാം അല്ലാണ്ട് ജയ് ഭവ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അതെന്നാ സംഭവം എന്ന് എനിക്കറിയില്ല. ആ വേണ്ട, ഒന്നിനും ബോധമില്ല. നാട്ട് റോട്ടുമ്പിൽ വണ്ടി നിർത്തും, എന്നിട്ട് തിരിഞ്ഞു നോക്കും. എൻ്റെ എല്ലാം വിചാരം ഇവൻ്റെ അച്ഛൻ്റെ ഒക്കെ റോഡ് എന്നോ. ആ എൻ്റെ അച്ഛൻ്റെ
നിന്റെ അച്ഛൻ്റെ ഞാനല്ല വണ്ടി എടുക്കുന്നല്ലേ? ആ അച്ഛൻ്റെ തന്നെ റോഡ്. നല്ല ചിരി. ഇപ്പൊ മൂന്നും കൂടി എന്റെ ഗ്ലാസ് കൊടുത്തടാ ബാക്കത്തെ. രാജ് അപ്പോൾ ഇനി കൈ കടച്ചിലെടുക്കാൻ തുടങ്ങി. കുറച്ച് പേര് ഇരിക്കട്ടെ, ഫോൺ അതിനെ ഒഴിവാക്കണം. ഇവിടെ വന്നിട്ട് അപ്പൊ ഇന്നത്തെ പരിപാടി നല്ല അടിപൊളി മാങ്കറി. വെറുതെ പറയാതെ വെച്ചിട്ട് കിട്ടിയതായിരുന്നു. മാൻ ആദ്യമായിട്ട് കൈനെ കൊണ്ട് തൊടുന്നു. അടിപൊളി. താങ്ക് യു സനീസ് ടി പി സെഡ്. അപ്പോൾ സനീസ് ടി പി സെഡ്. നല്ല വെയിലുണ്ട്. 5 മണിയായി. ഇത് വെയിലിനൊരു കുറവില്ല. 7 കിലോമീറ്റർ കൂടെ പോകണ്ട. എന്നാലും നല്ല റിലയൻസിൻ്റെ പമ്പുള്ളൂ. അപ്പോൾ ഇവിടെ അടിക്കാൻ പറ്റുമോ നോക്കണം. പോയിക്കൊണ്ടിരിക്കുന്ന വെച്ച് ആയി 7 കിലോമീറ്റർ വന്നിട്ട് ഇതാ ജിയോൻ്റെ പമ്പിലാണ് ഉള്ളത്. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. ഇനി ഇവരെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല. ഞാൻ ഓണർ എല്ലാവരെയും വിളിച്ചു നോക്കി, നോ ഓപ്ഷൻ. ഇതാണ് അവസ്ഥ. അടിപൊളി, സൂപ്പർ. ഇപ്പം 4ാമത്തെ പമ്പാണ് എന്നെ പുറത്താക്കുന്നത്. അതായത് ടെൻ്റ് അടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്ത് സ്പേസ് നോക്കിയേ. അല്ല നമ്മൾ ശരിക്കും സൈക്കിൾ റൈഡ് സൈഡ് പോകേണ്ടത് എനിക്കത് തിരിയാത്തത്. നമ്മൾ ഈ ജിയോൻ്റെ പമ്പിലോ അല്ലെങ്കിൽ പെട്രോൾ പമ്പിലോ ഇന്ത്യൻ ഓയിൽ, ഇപ്പം ഇന്ത്യൻ ഓയിലിൽ പെട്രോൾ പമ്പിലോ ഉള്ളത്. ഇതാ എന്നാൽ ഇവർ പ്രശ്നം എന്നാൽ എനിക്ക് തിരിയുന്നില്ല. എന്താ സംഭവം എന്ന് എനിക്ക് തിരിയുന്നില്ല. ഇത്രയും ലോറി നിർത്തുന്നുണ്ട്. നമ്മളൊരു ടെൻ്റ് അടിക്കാനാണ് ഇത്രയും പ്രശ്നമുള്ളത് ഇവർക്ക്. എന്തായാലും അടിപൊളിയായി വരും. സൂപ്പർ സൈക്കിൾ റൈഡ് ഉണ്ട്. ഇതിപ്പം 4ാമത്തെ പെട്രോൾ പമ്പാന്ന് എന്നോട് ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിവിടുന്ന് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ശരിക്കും നമ്മൾ കേസ് കൊടുക്കാൻ പറ്റേണ്ട ഒരു സംഭവം. പക്ഷേ പിന്നെ എന്താ പറയുക, അവരെയും സേഫ്റ്റീനെ മാനിക്കണം. കാരണം നമ്മൾ ഫയറോ കാര്യങ്ങളോ. പക്ഷെ ഞാൻ അവരോട് എടുത്ത് പറയുന്നുണ്ട്, ഞാൻ തീയോ കാര്യങ്ങളോ യൂസ് ചെയ്യില്ല. യൂസ് ചെയ്യുന്നതിൻ്റെ തന്നെ പുറത്തേ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടും ഒരു വിടുന്നില്ല. അപ്പോൾ അടിപൊളി, സൂപ്പർ. ഇനി 2 കിലോമീറ്റർ പോകണം. ഇപ്പോൾ 7:30 എന്താണെന്നറിയില്ല, നോക്കാം. വിടാം അത്ര തന്നെ. ഈ ഒരു ടയറും കൊണ്ട് ഞാനെങ്ങനെയാണ് ഇപ്പോൾ 7 കിലോമീറ്റർ, ഇനി 7 കിലോമീറ്റർ ആയിട്ട് 24 hours പെട്രോൾ പമ്പുള്ളൂ. ഇത് അപ്പുറമാണ് ജീവൻ്റെ ഉണ്ടായിന്. എല്ലാം ഒരു വണ്ടി കയറി പോകണ്ടേ. ഇപ്പം എന്താ ഗൈസ് 5ാമത്തെ പെട്രോൾ പമ്പ്. ഇവിടെയും അലൗഡ് അല്ല എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ പോകാൻ പോകാം. വെറുതെ ഇടുന്ന അധികം വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവരോടൊന്നും വർത്താനം പറഞ്ഞിട്ട് ഇരിക്കൊന്നും ബുദ്ധി വരില്ലാത്ത ടീമാണ്. രാജസ്ഥാൻ സൂപ്പർ. സൈക്കിൾ അടിയില്ല. ഇവർ ഇവിടെ കിടന്നു പറഞ്ഞു. അപ്പോൾ ഒന്ന് ഇവിടെ കിടക്കാം നമ്മൾ. ഓക്കെ.